ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഇതുവരെ ഏതാണ്ട് 30,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തി സന്നിധാനത്ത് നിന്ന് മാറിയിട്ടുള്ളത്. ഇനിയും ആയിരക്കണക്കിന് തീർത്ഥാടകർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ ക്യൂ കോംപ്ലക്സിലെ സന്നിധാനത്തെ ക്യൂ കോംപ്ലക്സിലെ ദൃശ്യങ്ങളാണ്. സാധാരണ ഇത്തരത്തിൽ ഈ ക്യൂ കോംപ്ലക്സ് നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകർ ഒരു ദിവസം പോലും അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 18-ാം പടി കയറാനുള്ള തീർത്ഥാടകരുടെ ക്യൂ ഇപ്പോൾ മരക്കൂട്ടവും പിന്നിട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്ന് അവധി ദിനമായതിനാൽ ഉച്ചവരെ വലിയ തിരക്ക് സന്നിധാനത്തേക്ക് ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. ഇന്നലെയും അതിശക്തമായ തിരക്കായിരുന്നു, വലിയ തിരക്കായിരുന്നു സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടത്. ഇന്നലെ 89,106 തീർത്ഥാടകരാണ് 18-ാം പടി കയറി ദർശനം നടത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴി 22,516 പേരാണ് സന്നിധാനത്തെത്തിയത്. പുല്ലുമേട് വഴി 4,380 പേരും ദർശനത്തിനെത്തി എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി തീർത്ഥാടകർ 5 മുതൽ 10 മണിക്കൂർ വരെ ക്യൂ നിന്ന ശേഷമാണ് ദർശനം സാധ്യമായത്. ഇന്നലെ രാത്രി 11 മണിക്ക് ശബരിമല നട അടച്ചെങ്കിലും തീർത്ഥാടകരെ 18-ാം പടി കയറാൻ അനുവദിച്ചിരുന്നു. തീർത്ഥാടകരെ 11 മണിക്ക് ശേഷവും 18-ാം പടി കയറ്റിയ ശേഷമാണ് ക്യൂ കുറെയെങ്കിലും തിരക്ക് കുറെയെങ്കിലും നിയന്ത്രിക്കാനായതെന്നാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്ന വിവരം. എന്താണെങ്കിലും നാളെ മുതൽ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറയുമെന്നാണ് ഒരു വിലയിരുത്തൽ. ഈ മാസം 14-ാം തീയതിയാണ് മകരവിളക്ക്. ഇനി വരുന്ന തീർത്ഥാടകർ, ഇനിയുള്ള ദിവസങ്ങളിൽ മല കയറുന്ന തീർത്ഥാടകർ, ദൂരെ നിന്നും എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ വിരിവെച്ച് തങ്ങാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഈ നിമിഷം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. വൈകിട്ടോടെ ആ തിരക്കിനൊരു ശമനമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം പോലീസും ഉള്ളത്.